ഒന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ DSO എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ DSO എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓസിലോസ്കോപ്പാണ്. അതിൻ്റെ ഒരു ചെറിയ ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഞാൻ 2 ദിവസം മുമ്പ് വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ DSO എന്ന് പറയുന്ന സംഭവം DSO എന്ന് പറയുമ്പോൾ ശരിക്കും ഓസിലോസ്കോപ്പാണ്. ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പാണ്. ഓസിലോസ്കോപ്പിൻ്റെ ഒരു പുതിയ വേർഷനാണ് ശരിക്കും DSO എന്ന് പറയുന്നത്. അപ്പോൾ DSO എന്ന് പറയുന്ന സാധനം ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്നതും അതേപോലെ അത് കാണുന്നതൊക്കെ ശരിക്കും ഒരു 10-15 വർഷം മുന്നെയാണ്. അപ്പോൾ ഫോർഡിൽ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ഫോർഡിൽ ഇതിന് WDS എന്നാണ് പറയുന്നത്, വേൾഡ് വൈഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. വേൾഡ് വൈഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്നാണ് ഈ ഒരു സംഭവത്തിന് പറയുന്നത്, ഫോർഡ്. അപ്പോൾ ഫോർഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റവും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരാൻ തുടങ്ങിയ കാലം മുതൽ ഈ ഒരു ഓസിലോസ്കോപ്പ് വാഹനങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജാഗറും ലാൻഡ് റോവറും ശരിക്കും പണ്ട് കാലഘട്ടത്തിൽ ഈ ഒരു ഫോർഡിൻ്റെ കീഴിലുള്ള ഒരു കമ്പനികളാണ് ഈ 2 കമ്പനിയും. അപ്പോൾ ഈ ഒരു ജാഗറൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും മൊഡ്യൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന വാഹനമാണ്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു WDS അവർ യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ഈ ഒരു വാഹനത്തിലെ പല മൊഡ്യൂളുകൾ സിഗ്നലുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പല കംപ്ലൈൻറ്റുകൾ ക്ലിയർ ആക്കാനൊക്കെ ഈ ഒരു DSO അല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് വാഹനങ്ങളിൽ മസ്റ്റാണ്. ഈ ഒരു ഓസിലോസ്കോപ്പിൻ്റെ ശരിക്കും പുതിയ വെർഷനാണ് ശരിക്കും ഈ ഒരു പീക്കോസ്കോപ്പ് എന്ന് പറയുന്നത്. പീക്കോസ്കോപ്പിൻ്റെ ഒരു ടെക്നിക്കൽ വീഡിയോ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു യൂട്യൂബ് ചാനലിലുണ്ട്. അതൊരു അരമണിക്കൂറോളം ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഞാൻ ഫുള്ള് കവർ ചെയ്തതിൽ പറയുന്നുണ്ട്. അപ്പോൾ പീക്കോസ്കോപ്പ് ഓരോ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് വേണ്ടിയിട്ടും അവർ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും വരുന്നത് ഈ ഒരു ഓസിലോസ്കോപ്പ് ശരിക്കും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോണിക്സ് മേഖലകളിലാട്ടോ. പണ്ട് കാലങ്ങളിൽ 50-60 വർഷം മുന്നേ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ അത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ്, അതേപോലെ റേഡിയോൻ്റെ അകത്തുള്ള പല സിഗ്നലുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ TVൻ്റെ അകത്തുള്ള പല ട്രാൻസിസ്റ്ററിൻ്റെ സിഗ്നലുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പണ്ട് കാലങ്ങളിൽ ഈ ഒരു ഓസിലോസ്കോപ്പ് എന്താ പറയുന്നത്. വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് വാഹനങ്ങളിൽ ഒരുപാട് മൊഡ്യൂളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല മൊഡ്യൂളുകൾ തമ്മിലും പല നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് വാഹനത്തിൻ്റെ അകത്ത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓസിലോസ്കോപ്പിൻ്റെ വേറൊരു വെർഷൻ വാഹനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് DSO എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ചില കമ്പനികൾ DSO എന്ന് പറയുന്നുണ്ട്, ചില കമ്പനികൾ പീക്കോസ്കോപ്പ് എന്ന് പറയുന്നുണ്ട്, ചില കമ്പനികൾ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. പല പേരുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ സെയിം കേട്ടോ. ഫോർഡ് ഇന്ത്യന്ന് ഈ ഒരു WDSൻ്റെ ഒരു ചെറിയ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു 10-15 വർഷം 20 വർഷത്തോളം മുന്നേ കേട്ടോ. ശരിക്കും അതുകൂടാതെ ഞാൻ പല കമ്പനികളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഓസിലോസ്കോപ്പിൻ്റെ ട്രെയിനിങ്ങും അതേപോലെ പീക്കോസ്കോപ്പിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പീക്കോസ്കോപ്പ് ഉണ്ട്, ഓസിലോസ്കോപ്പ് എന്നും പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ ഓസിലോസ്കോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഡിവൈസാണ്, അതിൽ ഒറ്റ ചാനലുള്ളൂ കേട്ടോ, ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ്ങുകൾ അതേപോലെ വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ CAN നെറ്റ്വർക്കിൻ്റെ സിഗ്നലുകളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. അതേപോലെ ഇഞ്ചക്ടറിൻ്റെ സിഗ്നലുകൾ, CKP സെൻസറിൻ്റെ സിഗ്നലൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ടൂളാണ്. അപ്പോൾ ഏത് തുടക്കക്കാർക്കും ഈ ഒരു ടൂൾസ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ശരിക്കും പ്രൈസ് വരുന്നത് 5000 ആ റേഞ്ചിൽ വരും ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ ഇവിടെ UAE ഞാൻ ദിർഹത്തിലാണ് വാങ്ങിച്ചത്. ഇവിടെ 250 ദിർഹംസ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് പല ഇലക്ട്രോണിക്സ് കോമ്പോണൻസുകളും ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാൻസിസ്റ്റർ അതേപോലെ തന്നെ കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ DSO ഈ ഒരു പല പ്രൈസിലുണ്ട്. 15,000 നാട്ടിലെ 15,000 അതേപോലെ 25,000-ത്തിൻ്റെയൊക്കെ വാങ്ങിക്കാണ്ട്. അതേപോലെ അതിനെക്കാട്ട് വില കൂടിയ സംഭവങ്ങളുണ്ട്. ചാനൽ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വില കൂടും. അതുപോലെ അതിൽ ഫങ്ഷൻസും കൂടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു ബേസിക് സാധനമാണ് ശരിക്കും ഇത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല, ഒറ്റ ചാനലുള്ളൂ. ഒരു ചാനലിൽ ഒരു സിഗ്നൽ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ തന്നെ ഞാൻ പണ്ട് കാലത്ത് ഞാനും ഇതേപോലെ ഒരു പീക്കോസ്കോപ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ 3 ലക്ഷം 4 ലക്ഷമൊക്കെ ആട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നു കേട്ടോ, കുറേ വർഷം മുന്നേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി തുടക്കക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് ശരിക്കും ഈ ഒരു പീക്കോസ്കോപ്പിൻ്റെ. അത് നമുക്ക് ടച്ച് സ്ക്രീനുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഈ ഒരു ഡെമോ വേർഷൻ. ഈ ഒരു ടൂൾസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു അത്യാവശ്യം ബേസിക് നോളജ് വേണം കേട്ടോ. ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലുകളെയൊക്കെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ വേണം. ഇപ്പോൾ വോൾട്ടേജ് എന്താണ്, അതേപോലെ കറണ്ട് എന്താണെന്നൊക്കെയുള്ള ചെറിയൊരു ഐഡിയ വേണം, എന്നാലേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഹനത്തിൻ്റെ CKP സെൻസറിൻ്റെ സിഗ്നലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സിഗ്നലുകളെ സ്വിച്ചിങ്ങുകൾ, അതേപോലെ തന്നെ നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ സെൻസറിൻ്റെ സിഗ്നൽ, അതേപോലെ തന്നെ CAN നെറ്റ്വർക്കിൻ്റെ സിഗ്നലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് ഫങ്ഷൻസൊക്കെ വീൽ സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വീൽ സ്പീഡ് സെൻസറിൻ്റെ സിഗ്നൽ നോക്കാൻ പറ്റും.
കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ ശരിക്കും ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്. ഫിൻറിസിയോ അങ്ങനെ എന്താ കേട്ടോ ഇതിൻ്റെ പേര്, ഇത് വായ കൊള്ളാത്ത പേരാണ്. പക്ഷെ അവിടെ DS ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ പ്രൊഡക്റ്റ് കേട്ടോ, ചെറിയൊരു സംഭവമാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ബോക്സാണ്, ഈ ബോക്സിനകത്താണ് സംഭവമുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബോക്സ് സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ അതിൻ്റെ സിഗ്നൽ നോക്കേണ്ട സംഭവങ്ങൾ, അതിൻ്റെ റീഡിങ്ങുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബോക്സിൻ്റെ പുറത്ത്. ഈ ഒരു കമ്പനി ഇതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വെർഷനുണ്ട്, ഇത് ഏറ്റവും ചെറിയ വെർഷനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത വെർഷൻ ഏകദേശം 10,000 ആ റേഞ്ചിൽ വരും. അതിൽ വേറെ കുറച്ചുകൂടിയും അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വലുതാണ്, അതേപോലെ കുറച്ചുകൂടിയും എന്താ പറയുക എഫിഷ്യൻസി കൂടുതലാണെന്ന് തോന്നുന്നു ആ ടൂളിന്. ഇതൊരു ബേസിക് ടൂളാട്ടത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് ഇതിൻ്റെ വാണിങ്ങിൻ്റെ പേപ്പറുകളും അതേപോലെ അതിൻ്റെ ഓണേഴ്സ് മാനുവലുകളും ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെയുള്ളത്. ഇതിനകത്തൊരു കേബിളുണ്ട്. അപ്പോൾ ഈ കേബിൾ എന്തിനാ വെച്ചാൽ ഇപ്പോൾ സർക്യൂട്ട് ബോർഡിലുള്ള വല്ല ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൂളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റീഡിങ് ചെക്ക് ചെയ്യാനുള്ള കേബിളൊക്കെ ആട്ടോ ഈ ബോക്സിലുള്ളത്. ഇപ്പോൾ സർക്യൂട്ട് ബോർഡിലുള്ള എന്താ പറയുക ഡിവൈസുകളൊക്കെ ഹുക്ക് ചെയ്യാനുള്ള അതിൻ്റെ ലെഗ് ലോക്ക് ചെയ്യാനുള്ള ലോക്കുകളൊക്കെ ആട്ടോ അവിടെ കാണുന്നത്, ആ കേബിളാണിത്. അതേപോലെ ഇതിൻ്റെ അകത്തൊരു ടൈപ്പ് ചാർജറൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബോക്സിനകത്തുള്ള അക്സറീസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതേപോലെ ഈ സംഭവം നമ്മുടെ ഡിവൈസ് കേട്ടോ, പിന്നെ ആൾ പുലിയാണ്, ചെറിയൊരു സംഭവമാണ്, നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ബോക്സ് ആട്ടോ ശരിക്കും. ഇതിൻ്റെ ഈ ഒരു ഡിവൈസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ആവുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇവിടെ ഓണാക്കാനുള്ള സ്വിച്ചും അതേപോലെ ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചുകളും അതേപോലെ ഇതിൻ്റെ സെലക്ഷൻ സ്വിച്ചുകളൊക്കെ കാണാം. ഇതൊക്കെ മറ്റേ പ്രസ്സിങ് ടൈപ്പ് സ്വിച്ച് ആട്ടോ. ഇതിന് ടച്ച് സ്ക്രീനൊന്നുമില്ല. ഇതിന് പിന്നിൽ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ അവിടെ അതിൻ്റെ പീക്കോസ്കോപ്പിൻ്റെ ഈ ഒരു എന്താ പറയുക സെൻസർ ഓസിലോസ്കോപ്പിൻ്റെ കേബിൾ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ്. അതേപോലെ അവിടെ ഒരു ഇൻഫ്രാറെഡ് റിമോട്ടൊക്കെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റിമോട്ടിൻ്റെ ഒരു സിഗ്നൽ ഉണ്ടാവും, റിമോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന TVൻ്റെ റിമോട്ടായാലും AC-ൻ്റെ റിമോട്ടിലൊക്കെ ഒരു സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലിനെ ഡീകോഡ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെയാണ് നമ്മളെ ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈ ഹോളിൽ അതിൻ്റെ ലെഗ്, ഇപ്പോൾ ഡയോഡായാലും കപ്പാസിറ്ററൊക്കെ അതിൻ്റെ ലെഗിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റീഡിങ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ മൾട്ടിമീറ്റർ എടുത്ത് കുത്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ റീഡിങ് കിട്ടും. അപ്പോൾ അത് ഓൺ ആക്കിയിട്ടുണ്ട്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാട്ടോ ശരിക്കും ഇത്. എന്താ പറയുക, ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ ഈ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഓസിലോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ, അതേപോലെ ഈ ഒരു കോമ്പോണൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതേപോലെ തന്നെ അതിലൊരു സിഗ്നൽ ജനറേറ്ററുണ്ട്. ആ ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ കാണുന്ന ഫംഗ്ഷൻ ഇതിൻ്റെ സിഗ്നൽ ജനറേറ്റർ കേട്ടോ. അത് പല രൂപത്തിലുള്ള സിഗ്നലുകൾ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചില ഡയഗ്നോസിങ് പ്രോസസ്സിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവശ്യം വരുന്നുണ്ട്. ചില ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ബോർഡിലൊക്കെ ഇത്തരം സിഗ്നലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡയോഡ് അതേപോലെ ട്രാൻസിസ്റ്ററൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. അതിൻ്റെ ലെഗിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹോളിൽ ഒരു ട്രാൻസിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ട് നമ്മളെ ലിവർ ഉപയോഗിച്ചിട്ട് ലോക്കാക്കണം. അപ്പോൾ ഇതിൻ്റെ റീഡിങ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എമിറ്ററും കളക്ടറും ബേസൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണാം. ഇവിടെ ഒന്നാമത്തേത് ഇതിൻ്റെ കളക്ടർ എമിറ്റർ. ഈ ഒരു ലിവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോക്ക് അൺലോക്ക് ആക്കാൻ പറ്റും കേട്ടോ. ഓരോ ഡിവൈസും ഇതിലിട്ടിട്ട് നമുക്ക് ലോക്കാക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രാൻസിസ്റ്റർ റീഡിങ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ലെഗ് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാനോ അല്ലാതെ അതിൻ്റെ ഡാറ്റാ ഷീറ്റ് എടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാണിക്കും. പല ടൈപ്പിലുള്ള ട്രാൻസിസ്റ്റർ ഞാൻ അതിലിട്ട് ചെക്ക് ചെയ്ത്, അതുകൂടാതെ ഞാൻ അതൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ലെഗ് 1 2 ഇത് ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡിവൈസിലേക്ക് ഇടാൻ അവർ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അതിൽ 2 ലെഗ് കൂട്ടി മുട്ടിച്ചിട്ട് ഇതിനെ ഡിസ്ചാർജ് ചെയ്യിക്കണം. അപ്പോൾ ചെറിയ കപ്പാസിറ്ററൊന്നും കുഴപ്പമില്ല, അപ്പോൾ വലിയ കപ്പാസിറ്ററൊന്നും സൂക്ഷിക്കാം കേട്ടോ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതിൽ കപ്പാസിറ്ററിൻ്റെ ആ ഒരു റീഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ടോ, എത്ര ഫാരഡാന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ഞാൻ വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പാസിറ്ററിൻ്റെ റീഡിങ് നോക്കാം, ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററും അതേപോലെ ഞാൻ ഇതിൽ ഡയോഡ് പല സംഭവങ്ങളും ടെസ്റ്റ് ചെയ്ത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ റീഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസൊക്കെ നമ്മൾ ബെഞ്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ 2 കേബിളൊക്കെ എടുത്ത് വലിച്ചു പിടിച്ച് മൾട്ടിമീറ്റർ തിരിച്ച് അതിൻ്റെ നോബ് മാറ്റി തിരിച്ച് കളിക്കുന്ന നേരം കൊണ്ട് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള
ഒരു മോഡേൺ എന്താ പറയുക ഒരു കണ്ടുപിടുത്തം കേട്ടോ ശരിക്കും ഈ ഒരു ടൂൾസ്. അടുത്ത നമുക്ക് ഈ ഒരു ഓസിലോസ്കോപ്പിൻ്റെ കേബിൾ കണക്ട് ചെയ്യാം. ഇവിടെ ഈ ഓസിലോസ്കോപ്പിൻ്റെ കേബിളുണ്ട്. ഇതൊരു പ്രത്യേക തരം കണക്ടർ കേട്ടോ ശരിക്കും. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും വരുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഒരു LED ലെഗിൻ്റെ മേലെ ഞാൻ അത് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കേബിള്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സിഗ്നൽ കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ബ്ലിങ്കിങ് LED ആണ്, LED സർക്യൂട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ സിഗ്നലുകൾ ചെക്ക് ചെയ്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പല ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യുക ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അതേപോലെ അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് നമുക്ക് വലുതാക്കും ചെറുതാക്കും ചെയ്യുക. അങ്ങനെ അത് സൂം ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ സിഗ്നലുകളും നമുക്ക് ആക്യുറേറ്റ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേബിള് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രൗണ്ടും വരുന്നുണ്ട് ആ കേബിളിൻ്റെ കൂടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സെൻസർ നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിളിൻ്റെ ഒരു സൈഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ റോങ് റീഡിങ് ആക്കിയിട്ട് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ ഈ ഒരു സെൻസറിൻ്റെ മേലെയൊക്കെ നമ്മൾ തൊടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ റീഡിങ്ങൾ വേരിയേഷൻ വരാൻ സാധിക്കും. വളരെ ഫൈനായിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു LED മേലോട്ടെ ക്ലാമ്പ് ചെയ്ത്. ഈ ഒരു ലൈറ്റിൻ്റെ സർക്യൂട്ട് തന്നെ അതിലൊരു ട്രാൻസിസ്റ്ററിനുണ്ട്. ആ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗിൻ്റെ മേലെയാട്ടോ അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീഡിങ് കേട്ടോ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ സ്വിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുന്ന വോൾട്ടേജ് വളരെ ചെറിയൊരു വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഒരു സിഗ്നൽ കേട്ടോ അവിടെ കാണുന്നത്. ഇതിൻ്റെ സ്വിച്ചിങ് ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിഗ്നൽ. അപ്പോൾ ഈ ഒരു സിഗ്നൽ എത്ര സ്പീഡിലാണ് പോകുന്നത്, ഇതിൻ്റെ വോൾട്ടേജ് എത്ര ഉണ്ട്, ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എത്രയാണ്, അതേപോലെ ഇതിൻ്റെ ഹേർട്സ് എത്രയാണ്, എത്ര സംഭവങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിനൊക്കെ എല്ലാ കംപ്ലൈൻറ്റ് ഉണ്ടോ, ചൂടാകുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ടോ, അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. ശരിക്കും ഇത് മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിമീറ്ററിൽ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് വോൾട്ടേജ് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ചെറിയ മില്ലി വോൾട്ടേജ് ഒന്നും നമുക്ക് ശരിക്കും ഈ മൾട്ടിമീറ്ററിൽ ശരിക്കും കാണാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ നിങ്ങളെ വേരിയേഷൻ വരുന്നത് കാണാം കേട്ടോ. ഇതിൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സിഗ്നൽ സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓരോ പൾസ് വിടുത്തും നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഇത് സൂം ഔട്ട് ചെയ്തിട്ടും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് സൂം ഇൻ ചെയ്തിട്ട് ഞാൻ നോക്കുകയാണ് ഇതിൻ്റെ ഓരോ സിഗ്നലിൻ്റെ ഡെപ്ത്ത് കാര്യങ്ങളൊക്കെ. അതുകൂടാതെ അത് മൈനസ് ചെയ്തിട്ട് ഈ സിഗ്നലിനെ 10-15 സിഗ്നൽ നമുക്ക് ഒന്നായിട്ട് ഒരു സ്ക്രീനിൽ കാണാനും സാധിക്കും. അപ്പോൾ അത് ഓരോ ഡ്യൂട്ടി സൈക്കിളാട്ടോ ശരിക്കും ഓരോ സിഗ്നൽ എന്ന് പറയുമ്പോൾ. അത് ഓണും ഓഫ് ആയിട്ടുള്ള സിഗ്നൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു LED സർക്യൂട്ടിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു റെസിസ്റ്റൻസ് ഞാൻ വേരി ചെയ്യുന്നതനുസരിച്ച് ഈ LED ബ്ലിങ്കിങ്ങിൻ്റെ സ്പീഡ് കൂടും കുറയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു സ്വിച്ചിങ് വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സിഗ്നലിൽ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിള് ഇങ്ങനെ കണ്ടോ. അവിടെ ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിള് ലെങ്ത്ത് കൂടിയിട്ടോ. അപ്പോൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് പിന്നെയും ഈ ഒരു സ്വിച്ചിങ് കൂടും ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി സൈക്കിളിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പല സിഗ്നലുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ CKP സെൻസറിൻ്റെ റീഡിങ്ങുകളും അതേപോലെ ഇൻജക്ടറിൻ്റെ ഡ്യൂട്ടി സൈക്കിള് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ഓസിലോസ്കോപ്പ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അതേപോലെ ഇതിൽ വേറെയും ഫങ്ഷൻസൊക്കെ ഉണ്ട്. ഇത് വെറും ഒരു ഓസിലോസ്കോപ്പല്ല. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ഈ ഒരു ചാനലിൽ വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10-25 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ നേടിയിട്ടുള്ള പല സംഭവങ്ങളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ.